ഒരാളുടെ വിവാഹം കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 5 വർഷം കഴിഞ്ഞു, 10 വർഷം കഴിഞ്ഞു. 10 വർഷം കഴിഞ്ഞിട്ടും മക്കളില്ലാത്ത ദമ്പതിമാരോട് നിങ്ങൾ മക്കളുണ്ടാകാൻ വേണ്ടി നിങ്ങൾ അതിന്റെ ചികിത്സാവശ്യാർത്ഥം നിങ്ങൾ ഏതെല്ലാം സ്ഥലങ്ങളിലൂടെ പോയി എന്ന് ചോദിക്കുമ്പോ ഭൗതികമായ ശാസ്ത്രീയമായ ചികിത്സകൾക്കപ്പുറമുള്ള ജാറങ്ങളിലൂടെ, മഖ്ബറകളിലൂടെ, അതല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയാൽ ഒരു കുട്ടിയെ ലഭിക്കുമെന്ന് പറയുന്ന പ്രത്യേകം ചില പൗരോഹിത്യ കേന്ദ്രങ്ങളിലൂടെ പോകാത്ത എത്ര ആളുകൾ സമൂഹത്തിലുണ്ടാകും? എത്ര ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും? ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ആദ്യ ഭാര്യയിൽ മക്കൾ ഉണ്ടാകുന്നില്ല. ഇസ്മായിൽ നബി അലൈഹിസ്സലാമയ്ക്ക് ശേഷമാണ് ആദ്യ ഭാര്യയിൽ മക്കൾ ഉണ്ടാകുന്നത്. ഹാജറിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ന മകൻ ഉണ്ടാകുന്നതുവരെ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുൻകടിഞ്ഞുപോയ പ്രവാചകന്മാരോട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച, അല്ലെങ്കിൽ അവരുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് ഒരു തേട്ടം തേടിയ തേടൽ വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയൂല. അതാണ് തവക്കുൽ എന്ന് പറഞ്ഞത്. ഏൽപ്പിക്കുന്നു, പരിശ്രമിക്കുന്നു, അധ്വാനിക്കുന്നു, ചികിത്സിക്കുന്നു, പിന്നെയോ ഫലം നൽകേണ്ടതാരാണ്? അള്ളാഹുവാണ്. അതാണ് റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ ഫബശർനാഹു ബിഗുലാമിൻ ഹലീം. നിരന്തരമായി റബ്ബിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹു അവസാനം മക്കളെ നൽകി. ചില ആളുകൾക്ക് അള്ളാഹു മക്കളെ കൊടുക്കൂല. അതും ഖുർആൻ പഠിപ്പിച്ച എന്തിനാ? മനുഷ്യന്റെ തവക്കുൽ ആ മേഖലയിൽ നഷ്ടപ്പെടാതിരിക്കാനാണ്. ഖുർആനിൽ പറഞ്ഞ ആയത്തുണ്ട്, അതെല്ലാവരും നമ്മൾ കാണാതെ പഠിച്ചു വെക്കേണ്ട ഒരു ആശയമാണ് ആ ആയത്തിന്റേത്. ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ ഉടമസ്ഥത അത് അള്ളാഹുവിനുള്ളതാണ്. അങ്ങനെയാണ് ആ ആയത്ത് തുടങ്ങുന്നത്. അതായത് എനിക്ക് പണമുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്, വളരെ വിദഗ്ധരായ ഡോക്ടർമാരെ പരിചയമുണ്ട്, അതെല്ലാം ഉണ്ടായാലും ഈ ലോകത്തിന്റെ ഉടമ നീയല്ല. അതാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആകാശം, ഭൂമി, ഇതിന്റെയൊക്കെ ഉടമസ്ഥനാരാ? അള്ളാഹുവാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, ആ അള്ളാഹു വിചാരിക്കണം എന്തിന്? ഭാര്യ ഗർഭം ധരിക്കണമെങ്കിൽ, ഒരു കുട്ടി ജനിക്കണമെങ്കിൽ, ഒരു കുട്ടി മരിക്കണമെങ്കിൽ, സന്താന ലബ്ധി ഉണ്ടാകണമെങ്കിൽ ആര് വിചാരിക്കണം? അള്ളാഹു വിചാരിക്കണം. പിന്നെ അതാ പറയുന്നത്, യഖ്ലുഖു മാ യശാഉ. അള്ളാഹു ഉദ്ദേശിക്കുന്നതിനെ അള്ളാഹു ഉണ്ടാക്കുന്നു, അള്ളാഹു സൃഷ്ടിക്കുന്നു. യഹബു ലിമൻ യശാഉ ഇനാഥൻ വ യഹബു ലിമൻ യശാഉ ദുഖൂർ. യഹബു ലിമൻ യശാഉ ഇനാഥ. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പെൺമക്കളെ നൽകും. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു പെൺമക്കളെ നൽകും. വയഹബു ലിമൻ യശാഉ ദുഖൂർ. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ആൺകുട്ടികളെ നൽകും. ഔ യുസവ്വിജുഹും ദുഖറാനം വ ഇനാഥ. അതല്ലെങ്കിൽ അള്ളാഹു ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തി നൽകും. വയജഅലു മൻ യശാഉ അഖീമ. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു വന്ധ്യരാക്കും, മക്കളെ കൊടുക്കൂല. ഇന്നഹു അലീമുൻ ഖദീർ. കാരണം അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നവനുമാണ്. ഇതിൽ വലിയ ആശയമുണ്ടല്ലോ. ഇബ്രാഹിം നബിയുടെ തവക്കുൽ, മക്കൾക്ക് വേണ്ടി അള്ളാഹുവിനെ തവക്കുലാക്കി.